ശബരിമലയിൽ തങ്കയങ്കി ചാർത്തി ദീപാരാധന നടന്നു. ആയിരക്കണക്കിന് ഭക്തരാണ് ദർശനത്തിനായി എത്തിയത്. ഭക്തിനിർഭരമായ ഘോഷയാത്രയോടെയാണ് തങ്കയങ്കി സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നത്. നാളെ മണ്ഡലപൂജ നടക്കും. ശ്യാം സുന്ദർ നമ്മളോട് വിവരങ്ങൾ പങ്കുവയ്ക്കും. ശ്യാം, വലിയ തിരക്ക് ഇപ്പോഴുമുണ്ട്. ഇന്നത്തെ ഈ വൈകുന്നേരത്തെ ദീപാരാധനയ്ക്ക് ശേഷമുള്ള അയ്യപ്പനെ കാണാനും നാളെയുമൊക്കെ ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ തിരക്കും ഒക്കെ? ദിവീഷ്, തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ സ്വരൂപത്തെ ഒരു നോക്ക് കാണാനായി വലിയ തിരക്ക് തന്നെയാണ്, ഒഴുക്ക് തന്നെയാണ് ഭക്തരുടെ ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്ന് ഉച്ച മുതൽ വൈകിട്ട് വരെ വലിയ നിയന്ത്രണം ഉണ്ടായിരുന്നു ഭക്തരെ കയറ്റിവിടുന്നതിൽ. അതിനാൽ തന്നെ അപ്പോൾ തിങ്ങി നിറഞ്ഞ ഭക്തരെ ഇപ്പോൾ കൂട്ടമായി കയറ്റിവിടുന്നുണ്ട്. ഇന്ന് ഇതുവരെ ഏകദേശം 60,000-ത്തിലധികം ഭക്തർ മല കയറി, പടി കയറി എന്നാണ് നമുക്ക് കിട്ടുന്ന കണക്കുകൾ. അതിനർത്ഥം ഇന്ന് നട അടയ്ക്കുന്നതിന് മുമ്പ് ഏകദേശം ഒരു 15,000-ത്തിലോളം ആളുകൾക്ക് മാത്രമേ ഇനി ദർശനത്തിന് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ നാളെ മണ്ഡലപൂജയാണ്. നാളത്തോടെ 41 ദിവസം നീണ്ടുന്ന വ്രതാനുഷ്ഠാനങ്ങൾക്ക് നാളെ പരിസമാപ്തി ആവുകയാണ്. അതിനാൽ നാളെ മണ്ഡലപൂജയ്ക്ക് മുൻപ്, നാളെ നടയടയ്ക്കുന്നതിന് മുൻപ് പരമാവധി ആളുകളെ ദർശനത്തിനായി എത്തിക്കുക എന്നതാണ് അധികൃതരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം നാളെ നട അടച്ചു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് ഡിസംബർ 30-നായിരിക്കും നട തുറക്കുക. മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ 30-നായിരിക്കും നട തുറക്കുക. അതിനാൽ തന്നെ നാളെ ദർശനം ലഭിച്ചില്ലെങ്കിൽ ഈ മണ്ഡലകാലത്ത് ദർശനം ലഭിച്ചെന്ന് വരില്ല. ഭക്തർക്ക് ഇനി ഒരു ദർശനം ലഭിച്ചെന്ന് വരില്ല. അതിനാൽ തന്നെ പരമാവധി ഭക്തർ ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ്. ഇന്ന് ഇപ്പോൾ അപ്പാച്ചിമേട് വരെ ഭക്തരുടെ നീണ്ട നിരയാണ് എന്നാണ് പറയുന്നത്. അപ്പാച്ചിമേട് വരെ നീണ്ട നിരയുണ്ട്. അവർക്കായുള്ള വെള്ളവും മറ്റ് ഭക്ഷണ സാധനങ്ങളും എല്ലാം ഇപ്പോൾ അയ്യപ്പ സേവാ സംഘം നൽകുന്നുണ്ട്. അവർക്ക് കൂടുതൽ ശരി. ശ്യാം സുന്ദറാണ് വിവരങ്ങൾ നൽകിയത്. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടന്നു. ആയിരക്കണക്കിന് ഭക്തരാണ് ഇന്നെത്തിയത്. ഇനി നാളെ മണ്ഡലപൂജ കഴിഞ്ഞ് നട അടയ്ക്കുകയും ചെയ്യും.